നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം മത്സ്യമാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 30 കിലോയോളം തൂക്കം വരുന്ന പഴകിയ മത്സ്യങ്ങൾ. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അകലാട് 5-ാം കല്ലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. അനധികൃത മദ്യവിൽപ്പന. പെരുമ്പിലാവ് സ്വദേശി പിടിയിൽ. മൊബൈൽ ഫോണിലൂടെ ബന്ധപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് മദ്യമെത്തിച്ച് വിൽപ്പന നടത്തുന്ന ആൽത്തറ ആനക്കല്ല് ദേശത്ത് കിളിയൻപറമ്പ് ഷാജി എന്ന രവീന്ദ്രനെയാണ് കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മരത്തംകോട് സ്വദേശി കോലാടി വീട്ടിൽ 47 വയസ്സുള്ള ബിജു. വാർത്തകൾ വിശദമായി. കുന്നംകുളം മത്സ്യ മാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത്. 20 സ്റ്റാളുകളിലും മത്സ്യമെത്തിക്കുന്ന കണ്ടെയ്നർ ലോറികളിലുമായാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. 30 കിലോയോളം തൂക്കം വരുന്ന പഴകിയ മത്സ്യമാണ് അധികൃതർ പിടിച്ചെടുത്തത്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓലമീൻ ഇനത്തിൽപ്പെടുന്ന മത്സ്യം പിടികൂടിയത്. മത്സ്യം കഷ്ണങ്ങളാക്കി മുറിച്ചുവെച്ച നിലയിലായിരുന്നു. പിടികൂടിയ മത്സ്യം പിന്നീട് നശിപ്പിച്ചു. കുന്നംകുളം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MS ഷീബ, അൻസാരി, ഭക്ഷ്യസുരക്ഷാ വിഭാഗം കുന്നംകുളം സർക്കിൾ ഓഫീസർ ഡോക്ടർ അനു ജോസഫ്, ചേലക്കര ഭക്ഷ്യസുരക്ഷാ ഓഫീസർ PV ആസാദ്, ലാബ് അനലിസ്റ്റ് സുമേഷ്, ഉദ്യോഗസ്ഥനായ രവി, കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ രാംഗോപ്, ആശംസ്, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കവുങ്ങ് പൊട്ടി വീണ് വീട് തകർന്നു. കൊരട്ടിക്കര ക്ഷേത്രത്തിന് സമീപം കോതകണ്ടത്ത് വിജയന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് പുറകുവശത്ത് നിന്നിരുന്ന കഴുങ്ങ് പൊട്ടി വീഴുകയായിരുന്നു. വീടിന്റെ അടുക്കളയുടെ ഓട് പൂർണ്ണമായും മേൽപ്പുരയ്ക്ക് ഭാഗവും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുകാർ വീടിന് പുറത്തായതിനാൽ ആർക്കും പരിക്കില്ല. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അപകടം തുടർക്കഥയാകുന്നു. അകലാട് 5-ാം കല്ലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പുന്നയൂർ കുഴിങ്ങര അരിക്കാട്ടയിൽ വീട്ടിൽ 23 വയസ്സുള്ള മുഹമ്മദ് അസ്ലം, വാലിപ്പറമ്പിൽ 23 വയസ്സുള്ള മുഹമ്മദ് ഫായിസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10:30-യോടെയായിരുന്നു അപകടം. വെളിയംകോട് നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ 2 പേരെയും അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അകലാട് ഒറ്റീനി നബവി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ മുഹമ്മദ് അസ്ലമിനെ പിന്നീട് അമല ആശുപത്രിയിലേക്ക് മാറ്റി. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മരത്തംകോട് സ്വദേശി കോലാടി വീട്ടിൽ 47 വയസ്സുള്ള ബിജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. നവംബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വൈകിട്ട് 5 മണിയോടെ ക്ലാസ് കഴിഞ്ഞ് നടന്നുവരികയായിരുന്ന പെൺകുട്ടിയെ ബൈക്കിൽ പിന്തുടർന്നെത്തി തടഞ്ഞു നിർത്തിയതിനു ശേഷം ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭയന്ന് വീട്ടിലേക്കോടിയ പെൺകുട്ടിയെ പിന്തുടർന്ന് പ്രതി വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. മുൻപ് സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലും മോഷണക്കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCTV ന്യൂസ് കുന്നംകുളം. അനധികൃത മദ്യവിൽപ്പന. പെരുമ്പിലാവ് സ്വദേശി പിടിയിലായി. മൊബൈൽ ഫോണിലൂടെ ബന്ധപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് മദ്യമെത്തിച്ച് വിൽപ്പന നടത്തുന്ന ആൽത്തറ ആനക്കല്ല് ദേശത്ത് കിളിയൻപറമ്പ് ഷാജി എന്ന രവീന്ദ്രനെയാണ് കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ TS സജീഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനാ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ PG ശിവശങ്കരൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സിദ്ധാർത്ഥൻ, സിവിൽ ഓഫീസർ ലത്തീഫ്, നിതീഷ്, ഗണേശൻ പിള്ള, വനിതാ ഓഫീസർ നിവ്യ ജോർജ് എന്നിവരും ഉണ്ടായിരുന്നു. പഴഞ്ഞി മാർത്തോമ സ്കൂളിന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലാകാലങ്ങളിൽ സർക്കാരിന്റെ നിയമാവലി അനുസരിച്ചാണ് സ്കൂളിൽ അധ്യാപക നിയമനം നടത്തുന്നത്. ഭിന്നശേഷി സംവരണത്തിന് വിധേയമായിട്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത്. അപേക്ഷകരിൽ ആരും ഭിന്നശേഷിക്കാരായി ഉണ്ടായിരുന്നില്ല. ആരുടെയും അവകാശം നിഷേധിക്കുകയോ അന്യായമായി കോഴ വാങ്ങി നിയമനം നടത്തുകയോ ചെയ്തിട്ടില്ല.
വിശ്വാസികൾ ഇടവകയ്ക്ക് നൽകുന്ന എല്ലാ വരുമാനവും റെസീറ്റ് നൽകിയാണ് ചുമതലക്കാർ കണക്ക് സൂക്ഷിക്കുന്നത്. സംഭാവനയ്ക്ക് നൽകുന്ന രസീതിന്റെ നമ്പറിൽ നിന്ന് സമ്മാനം നൽകുന്ന പതിവുണ്ട്. ഇത് ലോട്ടറിയല്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഈ സഭയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേക നിഷ്കർഷയുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ₹1 വന്നാൽ നിങ്ങൾ വരുമാനം വരികയാണെങ്കിൽ നിങ്ങൾ റെസീറ്റ് എഴുതണം. ആ റെസീറ്റ് എഴുതുകയും വേണം. മാർച്ച് അവസാനമാകുമ്പോൾ അത് CA കൊണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോമിൽ അത് കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള നിയമം ഞങ്ങൾക്കുള്ളതാണ്. അത് കൃത്യമായ രീതിയിൽ പാലിക്കുന്ന ഒരു സഭയുടെയാണ് ഞങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനം, വിശ്വാസികൾക്ക് പ്രയോജനമാവുന്ന പരിപാടികൾ, പൊതുരംഗങ്ങളിൽ ഉള്ള ഇടപെടലുകൾ എന്നിവയിൽ ഇടവക എപ്പോഴും സജീവമാണെന്നും ഇക്കാര്യങ്ങളിൽ പഞ്ചായത്തിനോ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കോ ഭിന്നാഭിപ്രായമില്ലെന്നും ഇവർ പറഞ്ഞു. ചില മുൻകാല പ്രവർത്തകരുടെ അഴിമതി പുറത്തുകൊണ്ടുവന്നതും ബന്ധപ്പെട്ടവർ പണം തിരികെ അടയ്ക്കുവാൻ ഭദ്രാസന എപ്പിസ്കോപ്പയുടെ സർക്കുലർ വന്നതും നടപടിക്രമങ്ങളുടെ ഭാഗമായി ചില മാറ്റിനിർത്തലുകളുമൊക്കെ ആവാം. ഇപ്പോൾ ഈ വിഷയങ്ങൾ പരാതിക്കാരനിലൂടെ അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നിലെന്ന സംശയവും പള്ളി ഭാരവാഹികൾ ഉയർത്തി. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളോടും വളരെ കാര്യമായ രീതിയിൽ സഹകരിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഒരു മൂല്യാധിഷ്ഠിത എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളൊരു നിലവാരം പുലർത്തുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് ഉണ്ടായ ചില ഫീഡ്ബാക്ക് ആണോ എന്ന് പോലും ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ സംശയിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്ത് കണക്കുകൾ നിർദ്ദിഷ്ട ഫോമിൽ സർക്കാരിനെ അറിയിക്കുന്ന രീതിയാണ് മാർത്തോമ സഭ അവലംബിക്കുന്നതെന്ന് മാർത്തോമ പള്ളി വികാരി റവറൻ ഐസക് പി ജോൺസൺ, ട്രസ്റ്റി BK ഡെന്നി, സെക്രട്ടറി സാം മോൺസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടക്കേക്കാട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ വടക്കേക്കാട് കല്ലൂർ സ്വദേശി ഇയത്ത് യൂനസ്, കാർ ഡ്രൈവർ വയലത്തൂർ സ്വദേശി മണ്ണൂരയിൽ അംഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആൽത്തറ ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് നടന്ന അപകടത്തിൽ പരിക്കേറ്റവരെ VKR ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം റോയൽ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം കേരള വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. കേരള വ്യാപാര ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറർ ജോയ് മൂത്തേടത്ത് SSLC +2 പുരസ്കാരവും വിതരണവും നിർവഹിച്ചു. ചടങ്ങിൽ മരണാനന്തര സഹായ വിതരണം നടത്തി. വാർഡ് കൗൺസിലർ ഷാനവാസ്, KVVES ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, VT ജോർജ്, CMA വൈസ് പ്രസിഡന്റ് CT തമ്പി, വനിതാ വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ രാജശ്രീ, CMA വനിതാ വിംഗ് പ്രസിഡന്റ് ഷാഡിയ സഹീർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ, CMA സെക്രട്ടേറിയറ്റ് മെമ്പർ EA ഷിബു, KK നടരാജൻ, KN സുധീർ, PM അബ്ദുൾ ജാഫർ, PS അക്ബർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. CMA ട്രഷറർ നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരായ തൊഴിയൂർ സ്വദേശിനി തീയത്തയിൽ വീട്ടിൽ റംസീന, റിഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കേക്കാട് കച്ചേരിപ്പടി തൃക്കണമുക്ക് ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പരിക്കേറ്റവരെ വയലത്തൂർ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. വെള്ളറക്കാട് ആദൂർ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കാട്ടുപന്നികൾ വ്യാപകമായി കൃഷിനാശം വരുത്തിയത്. ആദൂർ പാടശേഖരത്തിലെ കതിരിടാറായ നെൽച്ചെടികൾ കുത്തിമറിച്ചു. കൊട്ടിലിങ്ങൽ കുഞ്ഞുമോൻ, കല്ലിങ്ങലകത്ത് അലവി, ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നെൽവയലുകളിലാണ് കൂടുതൽ നാശം വരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയായിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. കരമാർഗം വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുക, ആ ഭാഗത്ത് നെല്ല് മാന്തി കളയുക. ഇപ്പൊ അത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ നടുന്നത്. നട്ട് കുറച്ച് കഴിഞ്ഞ് പിറ്റേന്ന് വന്നാലും അതെടുത്ത് പറിച്ചിട്ടുണ്ടാവും. എല്ലാ കൃഷികളും ഞാനൊക്കെ ഉപേക്ഷിച്ചു. അരിശുഭൂമികളൊക്കെ എടുക്കുന്നുണ്ട്. ആ കൃഷികളൊക്കെ ഉപേക്ഷിച്ചു. ഇത്രയും പന്നികളുടെ ശല്യം കാരണം ഞങ്ങളിപ്പോ ഇത് പഞ്ചായത്തില് പിന്നെ മുഖ്യമന്ത്രിക്ക് എല്ലായിടത്തും പരാതി കൊടുത്തു. എന്താ ചെയ്യുക, ഞങ്ങളൊക്കെ ഭയന്നിട്ട് കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസ പോകുമ്പോഴും ഭയന്നിട്ടാ പോകുന്നത്. ഈ രാത്രി ഇപ്പൊ പകലും ഇല്ല, രാത്രി അത്ര നേരത്തെ ഇവര് ഇറങ്ങുന്നത്. എന്തപ്പോ ഇതിനൊരു പരിഹാരം? അതിന് കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എത്രയും വേഗം പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷക സംഘടനാ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നെല്ലിനു പുറമെ മറ്റു വിളകളും വൻതോതിൽ നശിപ്പിക്കുന്നുണ്ട്. കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിലെ വാഴകളും ചേമ്പും ചേനയും കപ്പയും വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പല ദിവസങ്ങളിലായി 200-ലധികം വാഴത്തൈകൾ പന്നികൾ നശിപ്പിച്ചെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു.
അതേസമയം പന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് നടപടി വൈകാൻ ഇടയാക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. പാടശേഖരങ്ങളിലുള്ള കൃഷിക്കാർ മുഴുവനായി പരാതി തന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പന്നിയെ വെടിവെക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതാണ്. അതിന് പ്രകാരം നമ്മൾ ഫോറസ്റ്റിൽ നിന്നും ഷൂട്ടർമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുകയും അവർ അത് അയച്ചു തരികയും ചെയ്തു. അതിൽ പലരും ഗൾഫിലാണ്, വിദേശത്തും മറ്റു സ്ഥലങ്ങളിലുള്ളവരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ പലരെയും വിളിച്ച് നമ്മൾ പഞ്ചായത്തിൽ വരുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ഒന്നും ലൈസൻസ് പുതുക്കി കിട്ടാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്തത്. കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് പഞ്ചായത്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു വെടിവെക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. 20 ഷൂട്ടർമാരുടെ പട്ടിക ഫോറസ്റ്റ് വകുപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലരും വിദേശത്തായതും മറ്റുള്ളവരുടെ തോക്കിന് അധികാരികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതുമാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നും മീന സാജൻ അറിയിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. സിസിടിവി ന്യൂസ് ഇംപാക്ട്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് യാത്രക്കാർക്ക് ഭീഷണിയായ റോഡിലെ കുഴി സിസിടിവി വാർത്തയെ തുടർന്ന് അധികൃതർ തിങ്കളാഴ്ച രാവിലെ മണ്ണിട്ടടച്ചു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ അടയ്ക്ക മാർക്കറ്റിന് സമീപം വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് പൊട്ടി ചോർച്ച അടയ്ക്കുവാൻ കുഴിച്ച കുഴിയാണ് 3 ആഴ്ചയായി അടയ്ക്കാത്ത നിലയിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്നത്. റോഡിന് ഒരു വശം കോൺക്രീറ്റ് പൊളിച്ചാണ് 3 മീറ്റർ നീളത്തിൽ വലിയ കുഴിയെടുത്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ JCBയിൽ മണ്ണെത്തിച്ച ശേഷം ജീവനക്കാർ കുഴി അടച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ, KV രാമകൃഷ്ണൻ, PI സൈമൺ, AR മാലിനി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ജനറൽ ബോഡി യോഗം ചേർന്നു. നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പോലിത്ത അധ്യക്ഷനായി. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ആശുപത്രി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. നാഷണൽ കൌൺസിൽ ഓഫ് ചർച്ച് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പോലിത്തയെ യോഗത്തിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കഴിഞ്ഞ പൊതുയോഗത്തിൽ TI ഉല്ലാസ് വായിച്ച മിനിറ്റ്സ് യോഗം അംഗീകരിച്ചു. ട്രഷറർ മോൻസി എബ്രഹാം 2022-23 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ആശുപത്രിയിൽ നിന്നും വാങ്ങുന്ന മരുന്നുകൾക്ക് ജനുവരി 1 മുതൽ 5% വിലക്കുറവ് നൽകുവാനും ജനറൽ വാർഡിൽ കിടക്കുന്ന രോഗികൾക്ക് സൌജന്യമായി ഉച്ചഭക്ഷണം നൽകുവാനും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ആശുപത്രി മെമ്പർമാർക്കും ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്കും പ്രത്യേകം രജിസ്ട്രേഷൻ കൌണ്ടറുകൾ ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള യോഗത്തിൽ നന്ദി പറഞ്ഞു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കൺവെൻഷനും മണ്ഡലം പ്രസിഡന്റിന് സ്വീകരണവും നടന്നു. ഇന്ദിരാഭവൻ ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ട് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ചന്ദ്രൻ, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, നിയുക്ത യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NK കബീർ, നേതാക്കളായ ചന്ദ്രപ്രകാശ് ഇടമന, KR രാധിക, സെഫീന അസീസ്, MM സലീം, MK ജോസ്, PM യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അമൃത ഷിജു, വിമൽ ശങ്കർ എന്നിവർക്ക് സ്വീകരണം നൽകി. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലാപരിപാടികൾ ആരംഭിച്ചു. പന്ത്രണ്ട് ദിവസം ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിക്കുന്ന തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ അരങ്ങേറുന്നത്. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്ര തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നും നാമജപത്തോടെ ശിവക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് ചേലൂർകുന്ന് പറക്കാട് കലാക്ഷേത്ര അവതരിപ്പിച്ച മെഗാ തിരുവാതിര അരങ്ങേറി. നൃത്താധ്യാപിക സുസ്മ സോമന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിരക്കളിയിൽ 94 പേർ അണിനിരന്നു.
സന്ധ്യയ്ക്ക് നടന്ന കേളികൊട്ടോടെയാണ് കലാപരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. കാലത്ത് നെന്മിനി ബലരാമക്ഷേത്ര നാരായണീയ പാരായണ സമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവുമുണ്ടായി. അക്ഷരശ്ലോക സദസ്സ്, നൃത്തനൃത്യങ്ങൾ, പുല്ലാങ്കുഴൽ കച്ചേരി, മോഹിനിയാട്ടം, കോൽക്കളി തുടങ്ങിയ കലാപരിപാടികൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും രാവിലെ 7 മണി മുതൽ ശ്രീപാർവതിയുടെ നടയിൽ ബ്രാഹ്മണിപ്പാട്ട് നടക്കും. 12 ദിവസവും രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയും ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ പട്ടും താലിയും സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകും. ക്ഷേത്രം സമിതി പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി C ഹരിദാസ്, ട്രഷറർ E പ്രഭാകരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. ഷിനോദ് എളവള്ളിയുടെ കഥാസമാഹാരം ദയാരഹിതർ പ്രകാശനം ചെയ്തു. ഷിനോദ് പഠനം നടത്തിയ എളവള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രധാന അധ്യാപകനും ഷിനോദിന്റെ അധ്യാപകനുമായിരുന്ന T ഗംഗാധരൻ മാഷ് കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ CL ജോഷിക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷനായി. കവയിത്രി ദേവുട്ടി പുസ്തകം പരിചയപ്പെടുത്തി. സാഹിത്യ നിരൂപകൻ പ്രസാദ് കാക്കശ്ശേരി, സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, കവി സുധാകരൻ ബ്രഹ്മകുളം, നാടക സംവിധായകൻ മധു കണ്ണൻചിറ, ബാജി കുറുമ്പൂർ, സ്കൂൾ PTA പ്രസിഡന്റ് അനിൽ തലക്കാട്ട്, ഗ്രാമീണ വായനശാല സെക്രട്ടറി PU രഞ്ജിത്ത്, ചുമർചിത്ര കലാകാരൻ M നളിൻ ബാബു എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകാരൻ ഷിനോദ് എളവള്ളി പ്രതിസ്പന്ദനം നടത്തി. ആനയെക്കുറിച്ച് പലരും കവിത എഴുതിയിട്ടുണ്ടെങ്കിലും ആനപ്പാപ്പാൻ്റെ ഹൃദയ നൊമ്പരങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന് ആനയോടുള്ള സ്നേഹാതിരേകത്തെക്കുറിച്ചൊക്കെ പറയുന്ന ആ കവിത അന്നേ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചൊരു കവിതയാണ്. അതിനുശേഷം ഒരു ആനപ്പാപ്പാനായ കൃഷ്ണൻകുട്ടി എഴുതിയൊരു കവിതയുണ്ട്. ആനക്കാരൻ തന്നെയാണ് അതിൻ്റെ പേര്. അതിൽ പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിന്റെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. തിപ്പിലിശ്ശേരിയിലെ കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സാമൂഹിക വിപത്തുകളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും സമൂഹമാറ്റത്തിനായുള്ള ഏതൊരു മാറ്റത്തെയും ഉൾക്കൊള്ളുക വഴി മാലിന്യമില്ലാത്ത ഒരു നവകേരളത്തെ സൃഷ്ടിച്ചെടുക്കാമെന്നും അവർ വ്യക്തമാക്കി. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ് അധ്യക്ഷത വഹിച്ചു. പള്ളിക്കുളം വാർഡംഗം MH ഹക്കീം, അൻസാർ സ്കൂൾ CEO ഡോക്ടർ നജീബ് മുഹമ്മദ്, അൻസാർ CEO ഷഹീദ് PA, ഡോക്ടർ സലീം MK എന്നിവർ സംസാരിച്ചു. NSS സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ ദൃശ്യ സ്വാഗതവും ഹൈഫ അമീന നന്ദിയും പറഞ്ഞു. ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വാർഡിലെ വിദ്യാർത്ഥികളെ ചെയർപേഴ്സൺ ട്രോഫികൾ നൽകി ആദരിച്ചു. നാട്ടുകാരും വാർഡിലെ സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടക്കുകയെന്ന് NSS കോർഡിനേറ്റർ സൗമ്യ ഷബീർ വ്യക്തമാക്കി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പെരുമ്പിലാവ് തിപ്പിലിശ്ശേരി കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അൻസാർ ട്രെയിനിംഗ് കോളേജിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പായ ദ്യുതിയിൽ നടന്ന കടൽ ദൂരം സെഷൻ ശ്രദ്ധേയമായി. ഇന്ത്യയിൽ ആദ്യമായി ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് കിട്ടിയ വനിത രേഖ കാർത്തികേയൻ അതിജീവനത്തിന്റെ കടൽ ദൂരത്തെക്കുറിച്ച് സംസാരിച്ചു. സോഷ്യൽ ലീഡർ എന്ന വിഷയത്തിൽ നൌഷാദ് വേളം ക്ലാസ് എടുത്തു. പാട്ടും പറച്ചിലും എന്ന പരിപാടിയിൽ കിരൺ കൃഷ്ണനും ക്ലാസ് നയിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി NSS വോളണ്ടിയർമാർ സമീപ പ്രദേശമായ നായാടി കോളനി സന്ദർശിക്കുകയും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സംവദിക്കുകയും ചെയ്തു. സന്ദർശനത്തിന്റെ തുടർ പ്രവർത്തനമായി കോളനിയിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകാമെന്ന് NSS വിദ്യാർത്ഥികൾ അറിയിച്ചു. 1, 2, 3, start. Samba, Yanumaya, Tushu, Urakana. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലമ്പുറം സെന്റ് ജോർജ് പള്ളിയുടെ നേതൃത്വത്തിൽ തിരുപ്പിറവിയുടെ വരവ് അറിയിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തി. ഇടവക ദേവാലയ സംഘടനകളായ യൂത്ത് ലീഗും വനിതാ സമാജവും സൺഡേ സ്കൂളും സംയുക്തമായി നടത്തിയ റോഡ് ഷോ വർണ്ണാഭമായി. സ്നേഹ സാഹോദര്യ സമത്വത്തിന്റെ സന്ദേശം ഊതിക്കൊണ്ട് ഞായറാഴ്ച വൈകിട്ട് 7-ന് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് ആഘോഷയാത്രയുടെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ പ്രിൻസ് ഐ കോലാടി നിർവഹിച്ചു. വാദ്യമേളങ്ങളോടെ സാന്റാക്ലോസുകളും വിവിധ കലാരൂപങ്ങളുമായി നടന്ന റോഡ് ഷോ അങ്ങാട് ചിറ്റി പള്ളിയിൽ സമാപിച്ചു. പള്ളി സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, മീഡിയ കൺവീനർ തുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇടവകയിലെ വിവിധ പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളും നേതൃത്വം നൽകി. സുനിലിന്റെ സുരക്ഷിതമായ വീടെന്ന സ്വപ്നം കോൺഗ്രസ് യാഥാർത്ഥ്യമാക്കി. ചാവക്കാട് തിരുവത്രയിൽ വീട് അറ്റകുറ്റപ്പണിക്കിടെ ചുമരിടിഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സുനിലിന്റെ വീടിന്റെ സമർപ്പണം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. സുനിലിന്റെ സുരക്ഷിതമായ വീടെന്ന സ്വപ്നം സാധ്യമാക്കാൻ കഴിഞ്ഞത് തിരുവത്രയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു.
2021 ഓഗസ്റ്റ് 8 കാലവർഷക്കെടുതിയിൽ തകർന്ന സ്വന്തം വീട് പൊളിച്ചുമാറ്റുന്നതിനിടെ ചുമർ ദേഹത്ത് വീണാണ് കോൺഗ്രസ് 3-ാം വാർഡ് കമ്മിറ്റി മുൻ പ്രസിഡന്റും INTUC ചാവക്കാട് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന തിരുവത്ര നടുവിൽപുരയ്ക്കൽ സുനിൽകുമാർ മരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മുൻ KPCC അംഗം CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. KV ഷാനവാസ്, MS ശിവദാസ്, MV ഹൈദരാലി, AK അബ്ദുൽ ഖാദർ, KK ശ്രീകുമാർ, ഷുക്കൂർ കോനാരത്ത്, KB മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വീട് നിർമ്മാണത്തിനായി പ്രയത്നിച്ച KK ശ്രീകുമാർ, MS ശിവദാസ് എന്നിവരെ ആദരിച്ചു. 16 ലക്ഷം ചിലവഴിച്ച് 900 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CCTV ന്യൂസ്, ചാവക്കാട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു. KSEB കുന്നംകുളം ഡിവിഷൻ ഓഫീസ് പരിസരത്ത് നടന്ന പെൻഷൻ സംരക്ഷണ ദിനാചരണം ചൊവ്വനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് MA അഹമ്മദ് ഉണ്ണി അധ്യക്ഷനായി. പെൻഷനേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് NL വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP പ്രേമവത്സലൻ, എക്സിക്യൂട്ടീവ് അംഗം AB ഫ്രാൻസിസ്, ഡിവിഷൻ സെക്രട്ടറി CB ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് AA ആനന്ദം എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവ ഐക്യം ആഹ്വാനം ചെയ്ത് മാർത്തോമ നസ്രാണി എക്യുമെനിക്കൽ സംഗമം നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന അപൂർവ കൂട്ടായ്മയിൽ ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക്ക പൈതൃകത്തിൽ രൂപം കൊണ്ട നസ്രാണി സഭകൾ എന്നറിയപ്പെട്ടിരുന്ന സീറോ മലബാർ കത്തോലിക്ക സഭ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളുടെ പിതാക്കന്മാർ പങ്കെടുക്കുന്ന മഹാസഭയ്ക്ക് വേദിയൊരുങ്ങിയത്. സീറോ മലബാർ കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മേലധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത, മലങ്കര യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലിമിസ് മെത്രാപ്പൊലീത്ത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് സംഗമത്തിൽ ആഹ്വാനം ചെയ്തു. പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും വർത്തമാനകാലത്ത് വളരെ അനിവാര്യമായ ആവശ്യം കൂടിയാണ് ഏകോപനങ്ങളും കൂടിച്ചേരലുകളും. കൂടുതൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധ്യമാകണം. ക്രൈസ്തവയുടെ മുദ്രാവാക്യം തന്നെയാണ് ഒത്തുചേരലും ഐക്യപ്പെടലും. ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷിയാളൂർ അധ്യക്ഷത വഹിച്ചു. വാദ്യമേളത്തിന്റെയും പട്ടുകുടകളുടെയും അകമ്പടിയോടെയാണ് പിതാക്കന്മാർക്ക് സ്വീകരണം നൽകിയത്. തുടർന്ന് യൂത്ത് കൌൺസിൽ രൂപീകരണം, സെമിനാർ, കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. സ്വാഗത സംഘം ഭാരവാഹികളായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, MP ഫ്രാൻസിസ്, ജനറൽ കൺവീനർ KC ഡേവിസ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മാത്യൂസ് M രാജൻ, ഫൈനാൻസ് കൺവീനർ സിജോ കൊള്ളന്നൂർ, പബ്ലിസിറ്റി കൺവീനർ P ബിജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. SDPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KS ഷാൻ അനുസ്മരണവും പ്രവർത്തക സംഗമവും നടത്തി. പെരിയമ്പലം സീലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി PR സിയാദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്നലാംകുന്ന് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ, മണ്ഡലം സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട്, മണ്ഡലം ട്രഷറർ നൌഫൽ അകലാട്, മണ്ഡലം കമ്മിറ്റി അംഗം ആഷിഫ് മാലിക്കുളം, പഞ്ചായത്ത് ഭാരവാഹികളായ നൌഷാദ് ചമ്മന്നൂർ, ഷാഫി എടക്കഴിയൂർ, നവാസ് വടക്കേക്കാട്, സുബൈർ ഐനിക്കൽ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ മണ്ഡലത്തിലെ വിവിധ ബ്രാഞ്ച് പഞ്ചായത്ത് പരിധികളിൽ നിന്നും സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എരുമപ്പെട്ടി ചിറ്റണ്ട തൃക്കണപ്പതിയാരം അയ്യപ്പസേവാ ദേശവിളക്ക് സമിതിയുടെ 38ാമത് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലാസാംസ്കാരിക സന്ധ്യയും അനുമോദന ചടങ്ങും നടന്നു. വിളക്ക് പന്തലിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ TC അനുരാജ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വടക്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ബിനീഷ് ചക്കാലിപ്പുറത്ത്, വൈസ് പ്രസിഡന്റ് രാജൻ പുഞ്ചയിൽ, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് ചക്കാലിപ്പുറത്ത്, ട്രഷറർ രാജേഷ് മാരിയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ചാലിശ്ശേരി പഴയ വില്ലേജ് ഓഫീസിന് മുൻവശത്തായി അനധികൃത വാഹനങ്ങൾ പാർക്കിംഗെന്ന് പരാതി. നിരവധി വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് കാരണം വീട്ടുകാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായാണ് പരാതി. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വാഹനമായി വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാതെയും 2-3 ദിവസങ്ങൾ നിർത്തിയിട്ട് പോകുന്ന പ്രവണതയാണ് ഉള്ളതെന്നും പറയുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിലുള്ള അനധികൃത പാർക്കിംഗിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജനറൽ ബോഡി യോഗം മരത്തംകോട് സ്കൂളിൽ വെച്ച് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ ഷാജി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2023-24 വർഷത്തെ പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഡോക്ടർ ജോൺസൺ ആളൂർ, സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, ട്രഷറർ ശങ്കരനാരായണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മറ്റ് ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ഗുരുവായൂർ പുരാണ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന നാരായണീയോത്സവത്തിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും നാരായണീയ ഗ്രന്ഥവും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി. ഭാഗവതാചാര്യൻ BK കേശവദാസിന്റെ നേതൃത്വത്തിൽ കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് വാഹന ഘോഷയാത്രയായാണ് എത്തിയത്. ശാന്ത P. നായർ, മോഹിനി ചിറ്റണ്ട, സജീവൻ നമ്പിയത്ത്, സുമ ഉദയകുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തെക്കേനടയിലെ ബ്രാഹ്മണ സമൂഹം ഓഡിറ്റോറിയത്തിലാണ് നാരായണീയോത്സവം നടക്കുന്നത്. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. വെസ്റ്റ് മങ്ങാട് പുളിഞ്ചോട് സ്വദേശി ഹരിദാസിന്റെ മകൻ 29 വയസ്സുള്ള അരുണിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു സംഭവം. വീടിന് മുൻപിൽ നിൽക്കുകയായിരുന്ന അരുണിനെ വീടിന് മുൻപിലെത്തിയ 10ഓളം വരുന്ന സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അരുണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടിയാട്ടുമുക്ക് പൂരത്തിന്റെ തലേദിവസം ഗാനമേള കണ്ട് മടങ്ങുകയായിരുന്ന അരുണും മറ്റു ചിലരുമായി തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു മർദ്ദനം. സംഭവത്തിൽ മിഥുൻ, മനീഷ്, ബ്രഹ്മദത്തൻ, അക്ഷയ്, ജിതേന്ദ്രൻ, അക്ഷയ്, ജിഷ്ണു, വൈഷ്ണവ് തുടങ്ങിയ കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അനിയൻ തലയാറ്റുംപിള്ളി രചിച്ച കൃഷ്ണന്റെ ചിരി എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് ഗുരുവായൂരിൽ പ്രകാശനം ചെയ്തു. റിട്ടയേർഡ് ക്രൈംബ്രാഞ്ച് SP RK ജയരാജ് പ്രകാശനം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ഡോക്ടർ ശിവകരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, DD നവീൻകുമാർ, KR സജി തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളത്ത് നടന്ന 65ാമത് സ്കൂൾ ഗെയിംസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ KS അഭിമന്യുവിനെ അനുമോദിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത ഉപഹാരം സമ്മാനിച്ചു. പൊതുപ്രവർത്തകരായ സ്റ്റാർ ബാലൻ, സുധീഷ്, നൈജിൽ, അഞ്ജു ഉല്ലാസ്, വിദ്യാ രാജേഷ് എന്നിവർ സംസാരിച്ചു. തായ്ക്കൊണ്ടോ പരിശീലകൻ ബഷീർ താമരത്ത് ആമുഖ പ്രഭാഷണം നടത്തി. പുന്നേർകുളം K സ്പോർട്ട് തായ്ക്കൊണ്ടോ കൾച്ചറൽ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ KS അഭിമന്യു പുന്നേർകുളം കാഞ്ഞങ്ങാട്ട് സുബ്രഹ്മണ്യൻ ഷീബ ദമ്പതികളുടെ മകനാണ്. രാജ്യാന്തര തായ്ക്കൊണ്ടോ റഫറിയും പരിശീലകനുമായ ബഷീർ താമരത്തിന് കീഴിലാണ് പരിശീലനം. തായ്ക്കൊണ്ടോ പരിശീലകരായ റാസി KA, ജിഫ്രിൻ ഖാദർ, മുഹമ്മദ് അസ്ലം, ഫാത്തിമ നസ്രിൻ, ബാസില, നവീൻ, NV അമൃത എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ചീനിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പൂര മഹോത്സവം ഡിസംബർ 22, 23, 24 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, മറ്റ് വിശേഷാൽ പൂജകളും നടക്കും. വൈകിട്ട് 5-ന് ചുറ്റുവിളക്കോട് കൂടിയ ദീപാരാധനയ്ക്ക് ശേഷം പൂരം കൊടിയേറും. അന്നേ ദിവസം രാത്രി നാടകവും അരങ്ങേറും. 23-ന് രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി തുടങ്ങിയവ നടക്കും. വൈകിട്ട് 5-ന് ചുറ്റുവിളക്കോട് കൂടിയുള്ള ദീപാരാധന, തുടർന്ന് അത്താഴപൂജ, ശേഷം ഗാനമേളയും ഉണ്ടാകും. പൂരദിവസമായ 24-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. വൈകിട്ട് 4-ന് 13 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പുണ്ടാകും. 5:30-ന് മൂക്കുതല അനിയന്മാരാർ, ചൊവ്വല്ലൂർ മോഹനൻ വാര്യർ, മൂക്കുതല അപ്പുമാരാർ എന്നിവരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 6:30-ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയുണ്ടാകും. 7 മണിയോടെ കാവടി, തെയ്യം, തിറവരവ്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി, തായമ്പക എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി VA ബിനീഷ്, ട്രഷറർ AV സുദർശൻ, വൈസ് പ്രസിഡന്റ് AK ഭരതൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. പുന്നയൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. 62 വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയുമാണ് നൽകിയത്. 3 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മന്നലാംകുന്ന് GF UP സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. GF UP സ്കൂൾ പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് നന്ദി പറഞ്ഞു.
എരുമപ്പെട്ടി നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിളക്കുപാട്ട് വെട്ടുംതടവ് നടന്നു. നെല്ലുവായ് ശശിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ഉണ്ടായി. പെരിങ്ങണ്ടൂർ തത്തുമസി വിളക്ക് സംഘം വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രവർത്തക യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വാസുദേവന് സ്വീകരണം നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ സുലൈമാൻ അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞുമുഹമ്മദ്, ക്ഷീരസംഘം പ്രസിഡന്റ് കെ കെ വേലായുധൻ, പി എസ് സുഭാഷ്, രവി ചാണാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷനായി. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, രമ്യ ഷാജി, ലളിത ഗോപി, ബ്ലോക്ക് മെമ്പർ കെ കെ മണി, പഞ്ചായത്ത് മെമ്പർമാരായ കെ ആർ സിമി, അഭിലാഷ് കടങ്ങോട്, സൈബുന്നിസ ഷറഫുദ്ദീൻ, രജിത ഷാജി, എം കെ ശശിധരൻ, മൈമുന ഷെബീർ, മുഹമ്മദ് കുട്ടി ആദൂർ, ടെസി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. വാഗ മാലതി യു പി സ്കൂളിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം ആചരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക കെ പി ഷീജ ഉദ്ഘാടനം ചെയ്തു. ഷംന ടീച്ചർ അധ്യക്ഷയായി. ജനസംഖ്യ അനുസരിച്ച് ലോകത്തെ 4ാമത്തെ വിനിമയ ഭാഷയായ അറബിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അറബി ലിപികളെക്കുറിച്ചും അറബിക് അധ്യാപിക കെ എം ഷംന വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും പ്ലക്കാർഡുകളും അക്ഷരങ്ങളും പാട്ടുകളും വർണ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള തോരണങ്ങളും കൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധ സർഗാത്മക രചനകൾ ഉൾക്കൊള്ളിച്ചുള്ള മാഗസിൻ പ്രകാശനവും നടന്നു. വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുര വിതരണം നടത്തി. അധ്യാപകരായ സി ബി പ്രീന, പി വി വിജി എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി. പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷനായി. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, രമ്യ ഷാജി, ലളിത ഗോപി, ബ്ലോക്ക് മെമ്പർ കെ കെ മണി, പഞ്ചായത്ത് മെമ്പർമാരായ എം വി ധനീഷ്, കെ ആർ സിമി, അഭിലാഷ് കടങ്ങോട്, സൈബുന്നിസ ഷറഫുദ്ദീൻ, രജിത ഷാജി, എം കെ ശശിധരൻ, മൈമുന ഷെബീർ, മുഹമ്മദ് കുട്ടി ആദൂർ, ടെസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി എരനെല്ലൂരിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, സെന്റ് മേരീസ് കോൺഫറൻസ് എന്നീ ഭക്ത സംഘടനകളുടെ സുവർണ ജൂബിലി സമാപനവും സമാപനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച 4 ഭവനങ്ങളുടെ താക്കോൽദാനവും സംഘടിപ്പിച്ചു. എരനെല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാദർ ജിക്സൺ താഴത്ത് കാർമ്മികനായി ഭവനങ്ങളുടെ ആശീർവാദകർമ്മം നടന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെ 4 കുടുംബങ്ങൾക്കാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയത്. കോൺഫറൻസ് ട്രഷറർ ടി സി ഫ്രാൻസിസ് പതാക ഉയർത്തുന്നതോടെ ജൂബിലി സമാപന ചടങ്ങിന് തുടക്കമായി. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയം പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ 4 ഭവനങ്ങളുടെ താക്കോൽദാനവും ജൂബിലി സമാപനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കോൺഫറൻസ് പ്രസിഡന്റും കമ്മിറ്റി ചെയർമാനുമായ സജി ചിറമൽ അധ്യക്ഷനായി. സെക്രട്ടറി പി സി ടോമി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെന്റർ കൌൺസിൽ പ്രസിഡന്റ് ജോസ് കെ മഞ്ഞളി മുഖ്യപ്രഭാഷണവും ഫാദർ ജിക്സൺ താഴത്ത് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മദർ സുപ്പീരിയർ സിസ്റ്റർ ആഗ്നസ് നീലങ്കാവിൽ, കൈക്കാരൻ എ എഫ് ജോണി, മറ്റു ഭാരവാഹികളായ കെ എ ഷിബു, എ ഡി ഫ്രാൻസിസ്, വി ഡി ബാബു, ടി എ കുര്യാക്കോസ്, തോമസ് വാഴപ്പിള്ളി, ആനി ജോണി എന്നിവർ സംസാരിച്ചു. വനിതാ പ്രസിഡന്റ് റോസി സെബാസ്റ്റ്യൻ പ്രാർത്ഥനയ്ക്കും സെക്രട്ടറി സിമി സജി ജ്ഞാന വായനയ്ക്കും നേതൃത്വം നൽകി. കൈക്കാരന്മാർ, വനിതാ സംഘടനാ ഭാരവാഹികൾ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്നേഹവിരുന്നോടെ ചടങ്ങിന് സമാപനമായി. CCTV ന്യൂസ്, കേച്ചേരി. വരവൂർ പഞ്ചായത്ത് 2024-25 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ യശോദ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി സക്കീന, വി കെ സേതുമാധവൻ, പി എസ് പ്രദീപ്, കെ ജിഷ, വി ടി സജീഷ്, പി കെ അനിത, പഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ എന്നിവർ പങ്കെടുത്തു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം RSRV ഹൈസ്കൂളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേലൂർ പരിധിയിലുള്ള വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ സ്വാഗതവും ബോർഡ് മെമ്പർ സണ്ണി വടക്കൻ നന്ദിയും പറഞ്ഞു. മറ്റം മുളയ്ക്കൽ കുടുംബയോഗവും വാർഷിക സമ്മേളനവും നടന്നു.
കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബയോഗവും വാർഷിക സമ്മേളനവും രക്ഷാധികാരി ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MJ ആന്റണി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ജോസ് ചെമ്പിശ്ശേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി ബിജി ജോമോൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ MK ജോണി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി MT ഷാജു സംസാരിച്ചു. അടുത്ത വർഷം ലോകം മുഴുവനുമുള്ള മുളയ്ക്കൽ കുടുംബാംഗങ്ങളെ നേരിട്ടും ഓൺലൈനായും പങ്കെടുപ്പിച്ച സമ്പൂർണ്ണ സമ്മേളനം നടത്താനും തീരുമാനമായി. പുതിയ ഭാരവാഹികളായി റിട്ടയേർഡ് സർക്കിൾ ഇൻസ്പെക്ടർ MD വർഗീസ് പ്രസിഡന്റ്, MF മിൽട്ടൺ സെക്രട്ടറി, ജോൺസൺ മുളയ്ക്കൽ ട്രഷറർ, ബിജി ജോമോൻ, MT ജെയ്സൺ വൈസ് പ്രസിഡന്റുമാർ, റീന ആൻഡ്രു, MT ഷാജു ജോയിന്റ് സെക്രട്ടറിമാർ, MV പിയൂസ് ഓഡിറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 25-26 തീയതികളിലായി പുനർനവം എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിനായി NSS കരയോഗം, വനിതാ സമാജം, ബാലസമാജം, സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A. സുധീഷ് ബാബു സ്വാഗതവും വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ് നന്ദിയും പറഞ്ഞു. ഡിവിഷൻ കൌൺസിലർ K. ഗോപാലകൃഷ്ണൻ, ബാബു മുത്തൂറ്റിപ്പറമ്പിൽ, സച്ചിദാനന്ദൻ മാരാത്ത്, M. ഗംഗാധരൻ, M. വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വാസ്തുവിദ്യ കുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ 84ാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൃഷ്ണായനം ആഘോഷം നടന്ന സാംസ്കാരിക സദസ്സ് ശ്രദ്ധേയമായി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. M. ബാലാജി അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർമാരായ KT ഷാജൻ മാസ്റ്റർ സ്വാഗതവും KA സോമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഘനൃത്തം, കോൽക്കളി എന്നിവ അരങ്ങേറി. ജീവിത സമരമുഖത്തൊരു BRCയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അമ്മമാർക്കായി 2 മാസത്തെ കയർപിരി പരിശീലനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ന്യൂസ് ഇന്ത്യ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും കയർ ബോർഡിന്റെയും കയർ വികസന വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പരിശീലനം നൽകുന്നത്. പരിശീലനം പൂർത്തിയായവർക്ക് കയർ നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളും നൽകും. നിർമ്മിച്ച കയറുകൾ ബോർഡ് വില നൽകി വാങ്ങിക്കും. BRCയിൽ നടന്ന പരിശീലന പരിപാടി ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദേവെ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഇന്ത്യ കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രവി പനക്കൽ പദ്ധതി വിശദീകരണം നടത്തി. BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ PS ഷൈജു, കയർ ഇൻസ്പെക്ടർ EK ഷൈനി, PA അബ്ദുൽ ഖാദർ, K സുഗതൻ, RV ഫൈസൽ, OL ലിംന തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയമേളയിൽ പനയോല ഉൽപ്പന്ന നിർമ്മാണത്തിൽ ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി അഖിൽ ബിൻ സുബൈർ A ഗ്രേഡോടെ 2ാം സ്ഥാനം നേടി. പടിഞ്ഞാറേതിൽ സുബൈർ ജസീന ദമ്പതികളുടെ മകനാണ്. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. 73-76 കാലഘട്ടത്തിൽ തൊഴിയൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ പഠിച്ചവരുടെ ഗ്രൂപ്പ് ഓർഗനൈസേഷൻ ഓഫ് മാഗ്നിഫിസെന്റ് ജോർജിയൻസ് 2ാം ജനറൽ ബോഡി വാർഷിക യോഗം നടത്തി. അഞ്ഞൂർ എംപവറിൽ വെച്ച് നടത്തിയ പരിപാടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഉസ്മാൻ വിശിഷ്ടാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. പുതിയ ഭരണസമിതി പ്രസിഡന്റായി മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി നന്ദകുമാരൻ, ട്രഷറർ സുധീർ ബാബു എന്നിവരടങ്ങിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. നന്ദഗോപൻ സ്വാഗതവും മണി കിഴക്കേടത്ത് നന്ദിയും പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. 5 ലക്ഷം രൂപ വീതം ചിലവഴിച്ച് നിർമ്മിച്ച 5ാം വാർഡ് കൊങ്ങണ്ണൂരിലെ കണ്ണത്ത് റോഡ്, 10ാം വാർഡിലെ 5ാം വാർഡുമായി ബന്ധിപ്പിക്കുന്ന പാമ്പുങ്കാവ് റോഡ് എന്നിവയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖില മുകേഷ്, വാർഡ് മെമ്പർമാരായ ബിജു കോലാടി, സുധന്യ സുനിൽകുമാർ, ശ്രീജ മണികണ്ഠൻ, KS പ്രിയേഷ്, VK ജയപാലൻ, ആദർശ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചർമ്മം മുണ്ടൂർ പുറ്റേക്കര ചിറ്റിലപ്പള്ളി വറീദ് മകൾ വെറോനിക്ക നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം മുണ്ടൂർ കർമ്മലമാത പള്ളി സെമിത്തേരിയിൽ നടന്നു. അവിവാഹിതയാണ്.
കുരിയച്ചിറ വെസ്റ്റ് ഹിൽ വാഴപ്പിള്ളി പരേതനായ ഫ്രാൻസിസ് ഭാര്യ റോസ നിര്യാതയായി 95 വയസ്സായിരുന്നു. സംസ്കാരം കുരിയച്ചിറ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോസ്, പരേതനായ തോമസ്, വർഗീസ്, ആന്റണി, മർഗലി, ആലീസ്, സിസ്റ്റർ സിൽവി, റാഫി, സീന എന്നിവർ മക്കളാണ്. പുന്നേർകുളം പരൂർ തലക്കാട്ട് ഇട്ടൂരാൻ മകൾ ചക്കമ്മ ടീച്ചർ എന്ന ശ്യാമള നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിരാലയം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു. വേലായുധൻ, ബാലൻ, ശങ്കരൻ, അമ്മിണി, അമ്മു, ഉണ്ണിയമ്മു, മീനാക്ഷി എന്നിവർ സഹോദരങ്ങളാണ്. പോർക്കുളം വേദക്കാട് കണ്ടംപുള്ളി വീട്ടിൽ ദേവകി നിര്യാതയായി 83 വയസ്സായിരുന്നു. പരേതനായ ബാലൻ ഭർത്താവാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പോർക്കുളം പഞ്ചായത്ത് ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടക്കും. പരേതനായ ദേവദാസൻ, ജനാർദ്ദനൻ, രവി, മനോജ്, അനിൽ, സുധ, നിഷ, രമ എന്നിവർ മക്കളാണ്. കുന്നംകുളം ഗുരുവായൂർ റോഡ് ശാന്തി നഗർ കുന്നത്തുവളപ്പിൽ പൊറിഞ്ചുമകൻ സാജൻ നിര്യാതനായി. 57 വയസ്സായിരുന്നു. കുന്നംകുളത്ത് സബ് ട്രഷറിക്ക് സമീപം 2 വീലർ മെക്കാനിക്കായിരുന്നു. സിന്ധുവാണ് ഭാര്യ. അഡ്വക്കേറ്റ് സ്മേര സാജൻ, സഫൽ സാജൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം മത്സ്യമാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 30 കിലോയോളം തൂക്കം വരുന്ന പഴകിയ മത്സ്യങ്ങൾ. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അകലാട് 5-ാം കല്ലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. അനധികൃത മദ്യവിൽപ്പന. പെരുമ്പിലാവ് സ്വദേശി പിടിയിൽ. മൊബൈൽ ഫോണിലൂടെ ബന്ധപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് മദ്യമെത്തിച്ച് വിൽപ്പന നടത്തുന്ന ആൽത്തറ ആനക്കല്ല് ദേശത്ത് കിളിയൻ പറമ്പ് ഷാജി എന്ന രവീന്ദ്രനെയാണ് കുന്നംകുളം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മരത്തംകോട് സ്വദേശി കോലാടി വീട്ടിൽ 47 വയസ്സുള്ള ബിജു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.